എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ചൂട് കാലമാണ്. കരിങ്ങാലിയോ പതിമുഖമോ ഇട്ട് വെള്ളം തിളപ്പിച്ചാർച്ച് കുടിക്കാത്ത മലയാളികളുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പതിമുഖത്തെക്കുറിച്ചാണ്. പതിമുഖം സംസ്കൃതത്തിൽ കുചന്തന, പട്ടരഞ്ജക, പത്രാങ്ക തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു. ഇംഗ്ലീഷിൽ ഇതിന് ബ്രസീലിയൻ വുഡ്, സാപ്പൻ വുഡ്, ജപ്പാൻ വുഡ് എന്നൊക്കെ പറയപ്പെടാറുണ്ട്. മലയാളത്തിൽ ഇതിനെ ചപ്പങ്ങ എന്ന് വിളിക്കും. സെസാൽപിനിയേഷ്യേ ഫാമിലിയിൽ പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം സെസാൽപിനിയ സാപ്പ എന്നാണ്. ഏകദേശം 6 മുതൽ 9 മീറ്റർ വരെ പൊക്കത്തിൽ വളരുന്ന ഈ ചെടിയുടെ തടിക്കും ശാഖകൾക്കും മുള്ളുകളുണ്ട്. ആയുർവേദത്തിൽ പിത്തജന്യങ്ങളായ രോഗങ്ങൾ, ത്വഗ്രോഗം, വ്രണം, പ്രമേഹം തുടങ്ങിയവയിൽ ധാരാളമായി നമ്മൾ പതിമുഖം ഉപയോഗിച്ച് വരാറുണ്ട്. കണ്ണിൽ ഒഴിക്കുന്നതായ നേത്രാമൃതം പോലെയുള്ള മരുന്നുകളിലെ അവിഭാജ്യ ഘടകമാണ് ഈ പതിമുഖം. ആയുർവേദത്തിൽ രക്തചന്ദനം ഉപയോഗിക്കേണ്ട ഔഷധങ്ങളിൽ രക്തചന്ദനം കിട്ടാതെ വരുമ്പോൾ പതിമുഖം അതിന് പകരമായി ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ കൂടുതൽ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. പതിമുഖം രഞ്ജനം എന്നാണ് അതിൻ്റെ പേര് പറയാം. രഞ്ജിപ്പിക്കുന്നത്, അതായത് നിറത്തെ കൊടുക്കുന്നത്. ഈ പതിമുഖത്തിൻ്റെ ഇപ്പോൾ ഇടക്കാലഘട്ടത്തിൽ ഇതിന് വളരെയധികം ഡിമാൻഡ് വന്നൊരു ചെടിയാണ്. അതായത് ഈ ഫോറിൻ കൺട്രീസിലെ ഈ കളറിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെടിയായിരുന്നു. ഇതിൻ്റെ കാതിൽ പൊടിച്ച പൊടി, നാച്ചുറൽ കളർ എന്ന നിലയ്ക്ക് ഈ പതിമുഖത്തിൻ്റെ ഈ കാതിൽ പൊടിച്ച പൊടിക്ക് ഭയങ്കര ഡിമാൻഡായിരുന്നു. ഇതിട്ട് ചുക്കള്ളം വെച്ച് ദിവസേന കുടിച്ചാൽ ശരീരം ശീതമായി തണുക്കും, ശരീരത്തിന് തണുപ്പിക്കുന്നതാണിത്. അതുപോലെ തന്നെ ശരീരം നല്ല നിറം വരും. പിന്നെ ഈ പതിമുഖം ഇട്ട് എണ്ണ കാച്ചി തേച്ച് കഴിഞ്ഞാൽ കറുത്ത ആൾക്കാർക്ക് ലേശം വെളുപ്പ് ഒരു നല്ല നിറം വരും. പിന്നെ അതുപോലെ ഇതിട്ട് വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ ഈ ചൊറി ചിരങ്ങിന് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഒരു രക്തശുദ്ധീകരമാണ്, ശരീരത്തെ തണുപ്പിക്കുന്നതുമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം. പിന്നെ ഇത് ഈ ചന്ദനത്തിന് പകരം യൂസ് ചെയ്യുന്നൊരു ചെടിയാണ്. ഇതിൻ്റെ കാതലാണ് സാധാരണ യൂസ് ചെയ്യുക. ഈ ലോദ്രസേവ്യാദി എന്ന് പറഞ്ഞൊരു ചൂർണ്ണമുണ്ട്. അത് ഈ വിഷജമായിട്ടുണ്ടാകുന്ന ഈ നീരിന് ഉപയോഗിക്കുന്നത്, അതിൽ ചേരുന്നൊരു ഔഷധമാണ്. പിന്നെ ഇത് പൊതുവെ ഈ പൈത്തികമായ കണ്ടീഷൻ, അത് ഈ പൈത്തികമായ അതിസാരം എന്ന് പറയും. ഈ മലം പിന്നെ ചൂടോടുകൂടി ഇങ്ങനെ വിരളകി പോകുന്നതിന് ഇത് ടാൻ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല അസുഖമാണ്, നല്ല ഫലപ്രദമാണ്. പിന്നെ ഈ വ്രണത്തിൽ ഇതിട്ട് വെള്ളം തിളപ്പിച്ച് ധാര ചെയ്ത് കഴിഞ്ഞാൽ അത് വ്രണശോധന രോപണമാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ.